ശ്രീ എൻ സുഭാഷ് ബാബു, ഇവിടെ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുലർത്തുന്നവരുണ്ട്. അതായത് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണെങ്കിൽ പോലും അതിന് പ്രേരകമായത് പി ദിവ്യയുടെ ആരോപണമായിരുന്നു എന്ന് പറയുന്നു. അതല്ല, നവീൻ ബാബുവിനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതുമുണ്ട്. ഈ ഇരുവാദങ്ങൾക്കും പ്രസക്തിയേറുന്നത് നവീൻ ബാബു അവസാന നിമിഷം വരെ കുടുംബത്തിലേക്ക് എത്തിച്ചേരും എന്ന് പറയുന്ന ഇടത്തു നിന്ന് ബാക്കി അല്ലെങ്കിൽ അത് കഴിഞ്ഞ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അതിലേക്കെത്താൻ പോലീസിന് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? അതായത് തുടക്കം മുതൽ ഈ ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന മുറിയിൽ നിന്ന് പോലീസ് തന്നെയാണ് മൃതശരീരം കെട്ടഴിച്ച് താഴേക്കിറക്കുന്നതും ഇൻക്വസ്റ്റ് നടപടികൾ ചെയ്യുന്നതും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ളവ കുടുംബത്തെ അറിയിക്കാതെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതും ഒക്കെ ചെയ്യുന്നതും. റെയിൽവേ സ്റ്റേഷനിൽ വരെ എത്തിയ വ്യക്തി അവിടെ നിന്നും തിരികെ അദ്ദേഹത്തിൻ്റെ ആ റൂമിലേക്ക് എങ്ങനെ എത്തിയെന്നും പൂട്ടി താക്കോൽ മറ്റൊരു ആളെ ഏൽപ്പിച്ചത് എങ്ങനെയാണ് മുറിക്കകത്തേക്ക് കടന്നത് എന്നുള്ളതിലേക്കുമുള്ള ദുരൂഹതകൾ ഇവിടെ ഇതുവരെ പോലീസിന് നീക്കാൻ സാധിച്ചിട്ടില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുത്ത് നടത്തുമ്പോൾ അവർ പടിപ്പടിയായിട്ടല്ലേ ഓരോ കാര്യങ്ങളും അന്വേഷിക്കുക. ഇവിടെ പ്രശാന്തന്റെ മൊഴിയിൽ തുടങ്ങി അത് വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതിൽ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ വിജിലൻസിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി എന്താണ് എന്നുള്ളത് ശേഖരിക്കുന്നതിലടക്കം വരുന്ന വീഴ്ചകൾ എണ്ണി പറയുകയാണെങ്കിൽ പി ദിവ്യയുടെ 2 ഫോണുകളിൽ ഒന്നിന്റെ റിപ്പോർട്ട് മാത്രമാണ് കോടതിയിൽ സമർപ്പിച്ചത് എന്നുവരെ എത്തി നിൽക്കുമ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം എന്തുകൊണ്ടാണ് കൃത്യമായ ഒരു അച്ചടക്കത്തോടുകൂടി ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാത്തത് എന്നുള്ള ചില സംശയങ്ങൾ കൂടി ഉയരുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം സെൻഡ് ഓഫിന് ശേഷം സെൻഡ് ഓഫിൻ്റെ കാര്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കാം. അതായത് ഈ പി ദിവ്യ എന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റിന് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇതേമാതിരി അവഹേളിക്കണം, അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അവഹേളിക്കണമെങ്കിൽ പബ്ലിക്കായിട്ട് അവർ മൈക്കേട്ടി പറയാമല്ലോ. എന്തിനാണ് കളക്ടർ വിളിച്ചിരിക്കുന്ന അതും യാത്രയപ്പ്, അത് മറ്റൊരു യോഗമല്ല, യാത്രയപ്പ് പൊതുചടങ്ങല്ല, യാത്രയപ്പ് ചടങ്ങിൽ അദ്ദേഹത്തിനെ മാത്രം ഉദ്ദേശിച്ച് അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഓർഗനൈസ് ചെയ്തൊരു ഫംഗ്ഷനിലേക്ക് അവർ വന്നിട്ട് ഇതേമാതിരി സംസാരിക്കേണ്ടത്? അവർക്ക് വേണമെങ്കിൽ അവർക്ക് പരാതി കൊടുക്കാം. അത് വിജിലൻസിൽ ആണ്, കൈക്കൂലി കേസാണെങ്കിൽ വിജിലൻസിൽ വിളിച്ച് പറയാം. അവർക്ക് സ്വാധീനമുള്ള വ്യക്തിയല്ലേ, വിജിലൻസിനെ അറിയിച്ചാൽ വിജിലൻസ് നടപടിയെടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം മരിക്കുമോ? ഇല്ലല്ലോ. അങ്ങനെ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് വേണമെങ്കിൽ മൈക്ക് കിട്ടി അവിടെ പറയാമല്ലോ, പരാതി ചെയ്യാമല്ലോ. അത് ചെയ്തില്ലല്ലോ. പിന്നെ ചെയ്യാതിരുന്നത് എന്താണ്? അദ്ദേഹത്തിനെ പറ്റി നല്ല അഭിപ്രായമുള്ള, അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന, അദ്ദേഹത്തോടെ സഹോദരനും സഹോദരിമാരായിട്ടും ജീവിക്കുന്ന ആ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ നിന്ന് അവഹേളിക്കണമെന്നുള്ള കരുതിക്കൂട്ടി ഗൂഢാലോചനയോടുകൂടി ആ ലോക്കൽ ചാനലുകാരനെ ഉൾപ്പെടെ അവിടെ കൊണ്ടുവന്നതിന് ശേഷം ഈ സംഭവം, ഈ പ്രസംഗം നടന്ന അല്പസമയം കഴിയുന്നതിന് മുമ്പ്, അതായത് 5 മിനിറ്റിനുള്ളിൽ അവിടുത്തെ ലോക്കൽ ചാനലിൽ ഈ കാര്യം എല്ലാവരും ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? കരുതിക്കൂട്ടി കളക്ടറുടെ കൂടെ ഒത്താശയോടുകൂടി അദ്ദേഹത്തിൻ്റെയും കൂടെ സൗകര്യങ്ങൾ, അതായത് അദ്ദേഹം ചെയ്തു കൊടുത്ത സൗകര്യത്തിൻ്റെ, അത് നമുക്ക് അബറ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ എന്തായാലും അത് കണക്കാക്കാം, ചെയ്തു കൊടുത്തതാണ്. ആ ചെയ്തു കൊടുത്തതിന് ശേഷം ആ വ്യക്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ കടന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നിയന്ത്രിക്കണ്ടേ? അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരല്ലേ, അദ്ദേഹവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? കളക്ടർക്കില്ലേ? അദ്ദേഹം പിന്നെ എന്തിനാണ് അവിടെ ഒരു കളക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിന് താഴെയുള്ള ആളുകളെ പൊലയാട്ട് പറയാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ വിളിച്ചിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ വിളിച്ചിട്ട് അനുവാദം കൊടുത്തിട്ട് അവിടെ നിന്ന് ഇളിക്കുന്ന മനുഷ്യനാണോ ആ വ്യക്തി? അതുകൊണ്ട് അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥൻ ഇതേമാതിരി അവരെ അവഹേളിച്ച് വേണ്ടിയിട്ട് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ പൊലയാട്ട് പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു കളക്ടർ. ഇനി ഇദ്ദേഹത്തിൻ്റെ പേരിൽ കറപ്ഷൻ അലിഗേഷൻ ഉണ്ട്, എന്തുകൊണ്ട് ഈ കളക്ടർക്ക് നടപടിയെടുത്തുകൂടുക? അദ്ദേഹമല്ലേ നടപടിയെടുക്കേണ്ടത്? ഇതൊന്നും ചെയ്യാതെ അദ്ദേഹത്തിനെ മധ്യത്തിൽ അവഹേളിക്കണമെന്നുള്ള ഉദ്ദേശം കളക്ടർക്ക് ഉണ്ടെന്ന് നമ്മൾ സംശയിക്കില്ല. എന്താണ് തെറ്റുള്ളത്? അത് കഴിഞ്ഞ് കളക്ടറെ അവിടെ നിന്ന് മാറിയില്ല, ഇത്രയും പരാതി ഉണ്ടായിട്ട് പോലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ CBI അന്വേഷണം വരുന്നു പറഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% ഇത് എല്ലാവരും സ്വാഗതം ചെയ്യും. പക്ഷേ ഇവിടെ തെളിവിൻ്റെ ചില അഭാവങ്ങളുണ്ട്. കാരണം ആദ്യം മുതൽ തന്നെ ഇതിനകത്ത് ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഇൻക്വസ്റ്റ് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നും ആർക്കും അറിയില്ല. ഗോപ്യമായിട്ടാണ് ചെയ്തത്.
പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് അവിടെ ചെയ്യരുത് എന്ന് പ്രത്യേക അവരുടെ ബന്ധുക്കൾ അന്ന് തന്നെ ആവശ്യപ്പെട്ടു. അന്ന് തന്നെ, അതായത് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ആ സമയത്ത് തന്നെ ബോഡി അവിടെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ബന്ധുക്കൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടെ നിന്ന് ചെയ്യരുതെന്ന് ഞങ്ങൾ പറഞ്ഞതാണല്ലോ, എന്തുകൊണ്ട് ഇവിടെ ചെയ്തു എന്ന് അവരവിടെ ചോദിച്ചു. അതിനാരും ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ തത്രപ്പെട്ട് അതാ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല. അപ്പോൾ അതിനുശേഷം ഈ പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞു കൈക്കൂലി ചോദിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വർണം പണയം വെച്ചു. അങ്ങനെ പണയം വെച്ചിട്ടില്ല. പിന്നെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ഒരു പണം കൊടുത്തു എന്ന് പറയുന്നത് എങ്ങനെയാണ് തെളിയിക്കപ്പെടുന്നത്? ഒന്നും കൃത്യമായിട്ട് അന്വേഷിക്കാതെ, അതിനൊന്നും തെളിവില്ലാതെ ഈ മനുഷ്യനെ മനഃപൂർവ്വം തേജോവധം ചെയ്ത് അദ്ദേഹത്തിനെ അപമാനിച്ച് അദ്ദേഹത്തിനെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നല്ലാണ്ട് ഇതിന് വേറൊന്നും പറയാനില്ല. കൂടുതൽ തെളിവുകൾ എത്ര കിട്ടിയില്ലെങ്കിൽ ശരി, ഈ സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കുകയാണെങ്കിൽ ഈ PP ദിവ്യ എന്ന് പറഞ്ഞ വ്യക്തിയും അതുപോലെ തന്നെ ഇതിനകത്ത് എന്തായാലും ശരി, ഇതിൽ ഒരു ഫാദറിൻ്റെ അടുത്ത് നിന്നാണല്ലോ ഈ സ്ഥലം ലീസിനെടുക്കാൻ പോയത്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്, ആരുമായിട്ടാണ് ചർച്ച നടത്തിയത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഇപ്പോഴും ഭരണമാറ്റം വന്നതോടുകൂടിയിട്ട് ഇനി അച്ഛൻ്റെ അടുത്തോ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ചോദിച്ചാൽ അവർ ഭയരഹിതരായിട്ട് ഇതിന് തെളിവ് കൊടുക്കും. അപ്പോൾ തെളിവുകൾ ഒരുപാട് ഇനി കിട്ടാൻ സാധ്യതയുണ്ട്. പണ്ട് ഭയപ്പെട്ട് പിന്മാറി നിന്നിരുന്ന പല സാക്ഷികളും ഇനിയും തെളിവ് നൽകാൻ മുന്നോട്ട് വന്നേക്കാം. അല്ലെങ്കിൽ പോലീസ് അതിനുവേണ്ടി, അല്ലെങ്കിൽ CBI അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, CBI വരാൻ ഒരുപാട് കടമ്പകളുണ്ട്. വന്നാൽ തീർച്ചയായിട്ടും ആ ഒരു രീതിയിലേക്ക് ഇത് പോയിട്ട് ഇതൊരു സുഖപര്യാവസ്ഥയായി മുഴുവനായിട്ടൊന്നും തെളിയിക്കാൻ പറ്റില്ല. ശ്രീ ഹരിദാസ് പറഞ്ഞ മാതിരി അതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കാൻ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കാം. ഞാൻ പോസ്റ്റ്മോർട്ടത്തിലെ പോസ്റ്റ്മോർട്ടം സത്യസന്ധമാണെന്ന് ഞാൻ പറയുന്നില്ല. അത് എഴുതി വച്ചിരിക്കുന്നതനുസരിച്ചിട്ട് അത് അന്വേഷണത്തിൽ കൊലപാതകമാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മറ്റേതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ കിട്ടേണ്ടി വരും. എന്തായാലും ശരി, ഭംഗിയായ രീതിയിൽ അന്വേഷിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട പരാതികൾ അടിസ്ഥാനരഹിതമാണെന്നും ഇതിനകത്ത് ഒരു ബിനാമി ട്രാൻസാക്ഷനെ ഒത്താശ ചെയ്ത് കൊടുക്കാത്ത ആ മനുഷ്യനെ തേജോവധം ചെയ്ത് അതിൻ്റെ പെർമിഷൻ വാങ്ങിക്കാൻ ഇവർക്ക് സാധിക്കാത്തത് കൊണ്ട് ഇവർ ചെയ്തതാണെന്നും അവസാനം ഗത്യന്തരമില്ലാതെ ആ മനുഷ്യൻ കൊടുക്കേണ്ടി വന്നു എന്ന് മാത്രമാണ് നമുക്ക് വേണ്ടത്. എന്നിട്ടും അദ്ദേഹത്തിനെ മരണത്തേക്ക് തള്ളിവിട്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരുപാട് അഴിമതി കഥകൾ അവിടെ ഉണ്ടെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട്. ഇപ്പം ചോദിച്ചാൽ അവർ ചിലപ്പോൾ പറഞ്ഞു എന്ന് വന്നേക്കാം. അതുകൊണ്ട് ആ അഴിമതി കഥകളൊക്കെ ചിലപ്പോൾ ഇനിയും കഥകളായിട്ടെങ്കിലും പുറത്തു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതെ, അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സമർപ്പിക്കപ്പെട്ട ആ തുടരന്വേഷണ റിപ്പോർട്ടിൽ 13 സാക്ഷികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്.